ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 14-ാമത്തെ വീഡിയോയിൽ നമ്മൾ 66 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി 615 മുതൽ 660 വരെയുള്ള നാമങ്ങൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. 66-ാം ശ്ലോകം. സ്വക്ഷ സ്വംഗ സദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ. സ്വക്ഷ സ്വംഗ സദാനന്ദ നന്ദി ജ്യോതിർഗണേശ്വര വിജിതാത്മാ അവിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ ഇവയാണ് ഈ ശ്ലോകത്തിലെ 9 നാമങ്ങൾ. സ്വക്ഷ സു അക്ഷ എന്ന് രണ്ടായി ഈ നാമത്തിനെ പിരിച്ചു വായിച്ചാൽ സുന്ദരമായ അക്ഷികളുള്ളവൻ ചാരുനയനൻ എന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കാം. സ്വംഗ സു അംഗ സുന്ദരമായ അംഗങ്ങളുള്ളവൻ മനോഹരാംഗൻ എന്ന് വിശേഷിപ്പിക്കാം. സദാനന്ദ നൂറുകണക്കിന് ആനന്ദമുള്ളവൻ, അതായത് അളവറ്റ ആനന്ദത്തോടു കൂടിയവൻ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്ദി പരമാനന്ദ സ്വരൂപൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവവാഹനമായ നന്ദി കണ്ണിമയ്ക്കാതെ സ്ഥലം വിടാതെ ദർശിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ കഴിഞ്ഞുകൂടുന്നതുകൊണ്ടാണ് നന്ദി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ജ്യോതിർഗണേശ്വര ജ്യോതിർഗണങ്ങൾ നക്ഷത്രഗണങ്ങൾ അവയുടെ ഈശ്വരനാണ് വിഷ്ണു എന്ന് പറയുന്നു. ആദിത്യനും ചന്ദ്രനും അഗ്നിയും വിഷ്ണു തന്നെയാണ് എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. വിജിതാത്മാ ആത്മാ എന്നതിന് ഇവിടെ ഇന്ദ്രിയങ്ങളെന്ന് മനസ്സിലാക്കിയാൽ ഈ നാമത്തിൽ വിഷ്ണുവിനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നതായി കാണാം. അവിധേയാത്മാ ആർക്കും വിധേയമല്ലാത്ത ആത്മാവോടുകൂടിയവൻ, ഒരു തരത്തിലും പരാധീനനല്ലാത്തവൻ എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. സത്കീർത്തി നല്ല കീർത്തിയോടുകൂടിയവൻ, സത്യമാകുന്ന കീർത്തിയോടുകൂടിയവൻ എന്നാണ് ഇതിനർത്ഥം. ഛിന്ന സംശയ സംശയങ്ങളൊന്നും ബാക്കിയില്ലാത്തവൻ, അല്ലെങ്കിൽ ആരാൽ സംശയങ്ങളെല്ലാം ഇല്ലാതാകുന്നുവോ അവനാണ് ഛിന്ന സംശയൻ എന്ന് പറയുന്നു. 67-ാം ശ്ലോകം. ഉദീർണ സർവതശ്ചക്ഷുരനീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോക ശോകനാശന. 9 നാമങ്ങൾ നമുക്കിവിടെ കാണാം. ഉദീർണ സർവതശ്ചക്ഷു അനീശ ശാശ്വതസ്ഥിര ഭൂഷയ ഭൂഷണ ഭൂതി വിശോക ശോകനാശന എന്നിവയാണ് 9 നാമങ്ങൾ. ഉദീർണ വലിയവൻ, വളർന്നവൻ, ഉത്കൃഷ്ടൻ എന്നൊക്കെയാണ് ഇതിനർത്ഥം പറയുന്നത്. സർവതശ്ചക്ഷു എല്ലാ വശങ്ങളിലേക്കും നോട്ടമെത്തുന്നവൻ, എല്ലാം കാണുന്നവൻ എന്നർത്ഥം പറയുന്നു. അനീശ തനിക്ക് ഈശനായി ഈശ്വരനായി മറ്റാരുമില്ലാത്തവനെന്ന് പറയുന്നു. ശാശ്വതസ്ഥിര ശാശ്വതനും സ്ഥിരനുമായവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ശാശ്വത സ്വഭാവമുള്ളവനാണെങ്കിലും ഒരിക്കലും വികാരത്തിന് വശപ്പെടാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഇതുകൊണ്ട് ശാശ്വതസ്ഥിരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂഷയ ഭൂമിയിൽ ശയിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. ലങ്കയിലേക്കുള്ള വഴി അന്വേഷിച്ച് സമുദ്രതീരത്തെ മണലിൽ ഭൂമിയിൽ ശയിച്ചു ശ്രീരാമൻ എന്നാണ് കാണുന്നത്. അതുകൂടാതെ ഭൂമി ആരിൽ ശയിക്കുന്നുവോ അവനും ഭൂഷയൻ എന്ന് പറയപ്പെടുന്നു. ഭൂഷണ സ്വന്തം ഇച്ഛയനുസരിച്ച് പല പ്രാവശ്യം അവതരിച്ച് ഭൂമിയെ ഭൂഷിപ്പിച്ചവൻ, അലങ്കരിച്ചവൻ എന്നാണ് ഇവിടുത്തെ വിശേഷണം. ഭൂതി വിഭൂതി സ്വന്തമായ നിലനിൽപ്പുള്ളവൻ എന്ന് അർത്ഥമാക്കുന്നു. വിശോക ശോകമില്ലാത്തവനെന്ന് വിശേഷിപ്പിക്കുന്നു. ശോകനാശന വിഷ്ണു ശോകമില്ലാത്തവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ശോകത്തെ ഇല്ലാതാക്കുന്നവനുമാണ് എന്ന് പറയുന്നു. 68-ാം ശ്ലോകം. അർച്ചിഷ്മാൻ അർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ വിതവിക്രമ. ഇവിടെയും 9 നാമങ്ങളാണ് വരുന്നത്. അർച്ചിഷ്മാൻ, അർച്ചിത, കുംഭ, വിശുദ്ധാത്മാ, വിശോധന, അനിരുദ്ധ, അപ്രതിരഥ, പ്രദ്യുമ്ന, അമിതവിക്രമ എന്നീ 9 നാമങ്ങളാണവ. അർച്ചിഷ്മാൻ അർച്ചിസ് എന്നാൽ ജ്യോതിസ്, കിരണം എന്നൊക്കെയാണ് അർത്ഥം. അതായത് സ്വയം പ്രകാശമുള്ളവനെന്നാണ് അർത്ഥമാക്കുന്നത്. അർച്ചിത പൂജിക്കപ്പെടുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. കുംഭ കുംഭമെന്നാൽ കുടമെന്നർത്ഥം. ഒരു കുടത്തിൽ എല്ലാം ഉൾക്കൊള്ളുവാനാകുമെന്ന് പറയുന്നു. അതുപോലെ ഒരു കുടത്തെ പോലെ എല്ലാത്തിനെയും തനിക്കുള്ളിൽ കൊള്ളിക്കുന്നവനെന്ന് അർത്ഥം പറയാം. വിശുദ്ധാത്മാ വിശേഷാൽ ശുദ്ധമായ ആത്മാവോടുകൂടിയവൻ, സത്വരജതമോ ഗുണങ്ങൾക്ക് അതീതനായ ശുദ്ധ സ്വരൂപൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശോധന
വിശോധനമെന്നാൽ ശുദ്ധീകരണം എന്നാണ് അർത്ഥം. പവിത്രീകരിക്കുന്നവൻ, പാപങ്ങൾ നശിപ്പിക്കുന്നവൻ എന്നാണ് ഈ നാമം വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. അനിരുദ്ധ, അനിരുദ്ധൻ എന്നാൽ ആർക്കും തടുക്കുവാൻ കഴിയാത്തവനെന്നാണ് അർത്ഥം. ചതുർവ്യൂഹ സ്വരൂപനായ വിഷ്ണുവിൻ്റെ നാമങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവയിൽ 4ാമത്തെ നാമമാണിത്. അപ്രതിരഥ, പ്രതിരഥനായി, പ്രതിസ്പർദ്ധിയായി ആരുമില്ലാത്തവനെന്നാണ് ഇതിനർത്ഥം. എതിരാളി ഇല്ലാത്തവൻ, എതിർപ്പില്ലാത്തവൻ എന്നൊക്കെ പറയുന്നു. പ്രദ്യുമ്ന, ചതുർവ്യൂഹത്തിലെ പ്രദ്യുമ്നായിട്ടുള്ളവൻ എന്നാണ് ഇതിനർത്ഥം. ദ്യുമ്നം എന്നാൽ യശസ്, ബലം, സാമർഥ്യം, സമ്പത്ത്, വൈഭവം എന്നിവയാണെന്ന് പറയുന്നു. ഇവയെല്ലാം വളരെയധികമുള്ളവൻ, പ്രദ്യുമ്നൻ എന്നും അർത്ഥം വരുന്നു. അമിത വിക്രമ, അമിതമായ, ആർക്കും അളക്കുവാനാവാത്ത വിക്രമത്തോടു കൂടിയവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. 69ാം ശ്ലോകം. കാലനേമിനിഹാവീര ശൗരി ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരി. ഇവിടെ കാലനേമിനിഹ, വീര, ശൗരി, ശൂരജനേശ്വര, ത്രിലോകാത്മാ, ത്രിലോകേശ, കേശവ, കേശിഹ, ഹരി എന്നീ 9 നാമങ്ങളാണ് കാണുന്നത്. കാലനേമിനിഹ, കാലനേമി എന്ന രാക്ഷസനെ നിഹന്തനം ചെയ്തവൻ, വധിച്ചവനെന്ന് അർത്ഥം പറയാം. വീര, വീരനാണ് വിഷ്ണു എന്ന് പറയുന്നു. ശൗരി, ശൂരകുലത്തിൽ, ശൂരസേനൻ്റെ കുലത്തിൽ ജനിച്ചവൻ ശ്രീകൃഷ്ണനാണ്, അല്ലെങ്കിൽ ശൂരതയുള്ളവനാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശൂരജനേശ്വര, സുരന്മാർ ശൗര്യമുള്ളവരാണെന്ന് പറയപ്പെടുന്നു, അവരുടെ ഈശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ത്രിലോകാത്മാ, 3 ലോകങ്ങൾക്കും സകലത്തിനും ആത്മാവായിട്ടുള്ളവനെന്നാണ് അർത്ഥം. ത്രിലോകേശ, 3 ലോകങ്ങൾക്കും ഈശ്വരനാണ് വിഷ്ണു എന്ന് വീണ്ടും പറയുന്നു. കേശവ, കേശങ്ങളെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കിരണങ്ങളാണ് എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിഷ്ണുവിനെ കേശവനെന്ന് വിശേഷിപ്പിക്കുന്നു. ത്രിമൂർത്തികളെയും കേശങ്ങളെന്ന് പറയാമത്രേ, അതുകൊണ്ടും വിഷ്ണുവിനെ കേശവനെന്ന് വിളിക്കാം. കേശിഹ, കേശി എന്ന അസുരനെ ഹനിച്ചവനാണ് വിഷ്ണു, അതായത് കൃഷ്ണൻ എന്ന് പറയുന്നു. ഹരി, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പാപങ്ങൾ എന്നിവയെ ഹനിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. 70ാമത്തെ ശ്ലോകം. കാമദേവ കാമപാല കാമീകാന്ത കൃതാഗമ അനിർദ്ദേശവപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ. ഈ ശ്ലോകത്തിൽ 10 നാമങ്ങളാണ്. കാമദേവ, കാമപാല, കാമീ, കാന്ത, കൃതാഗമ, അനിർദ്ദേശവപു, വിഷ്ണു, വീര, അനന്ത, ധനഞ്ജയ എന്നിവയാണ് 10 നാമങ്ങൾ. കാമദേവ, കാമദേവനെന്ന് വിശേഷിപ്പിക്കുന്നു. സമസ്ത ഭൂതങ്ങളിൽ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമനാണ് ഞാൻ എന്ന് ഭഗവാൻ വിഷ്ണു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതായി കാണാം. കാമപാല, കാമങ്ങളെ, ആഗ്രഹങ്ങളെ പാലനം ചെയ്യുന്നവൻ, സാധിപ്പിച്ചു കൊടുക്കുന്നവൻ എന്നതിനർത്ഥം പറയുന്നു. കാമീ, പൂർണ്ണ കാമസ്വരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നു. കാന്ത, അതിസുന്ദരമായ ദേഹത്തോടു കൂടിയവനെന്ന് പറയാം. ക എന്നതിന് ബ്രഹ്മാവ് എന്ന അർത്ഥമെടുത്താൽ ബ്രഹ്മാവിൻ്റെ അന്തം, ലയം ആരിൽ നിന്നുണ്ടാകുന്നുവോ അവൻ കാന്തൻ എന്നും പറയാം. ബ്രഹ്മാവിൻ്റെ 100 വർഷങ്ങൾക്ക് ഒടുവിൽ ഇപ്രകാരം ലയം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. കൃതാഗമ, ആഗമങ്ങളെ, വേദങ്ങൾ മുതലായ ധർമ്മഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. അനിർദ്ദേശ വപു, നിർവചിക്കുവാനാവാത്ത വപുസ്സോട്, ആകാരത്തോടു കൂടിയവൻ എന്ന് മത്സ്യ, കൂർമ്മ, വരാഹ, നൃസിംഹ അവതാരങ്ങൾ ആസ്പദമാക്കി വിശേഷിപ്പിക്കുന്നു. വിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നവനാണ് മഹാവിഷ്ണു എന്ന് നാം ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. വീര, വീര്യമുള്ളവൻ. വി എന്നതിന് എവിടെയും എത്തുവാൻ കഴിവുള്ളവൻ, ഗതിമാൻ എന്നും അർത്ഥം കാണുന്നു. അനന്ത, അവസാനമില്ലാത്തവൻ, കാലദേശ പരിധികൾക്കും അപ്പുറം ഉള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ധനഞ്ജയ, അർജുനനാണ് ധനഞ്ജയൻ. നരനാരായണന്മാരെ പോലെ ശ്രീകൃഷ്ണനും ധനഞ്ജയനും ഒന്നു തന്നെയാണ് എന്നാണ് ഭഗവത്ഗീതയിൽ പാണ്ഡവാനാം ധനഞ്ജയ എന്നതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. സ്വക്ഷ സ്വംഗ ശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ.
ഉദീർണ സർവതശ്ചക്ഷുരനീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോക ശോകനാശന അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ വിതവിക്രമ കാലനേമിനിഹാവീര ശൗരി ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാഹരി കാമദേവ കാമപാല കാമീകാന്തകൃതാഗമ അനിർദ്ദേശവപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ. 71 മുതൽ 75 വരെയുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.